പാകിസ്ഥാനുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ജമ്മു-കശ്മീർ വിഷയത്തിൽ ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് സൗദി അറേബ്യ. ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന് സൗദി അറേബ്യ അപേക്ഷിച്ചു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന ഇറക്കിയത്. ഗാസയിലെ ആശങ്കാജനകമായ സാഹചര്യം ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. സപോറേഷ്യ ആണവ നിലയത്തിൽ നിന്ന് സൈനികരെയും സിവിലിയൻ ഉദ്യോഗസ്ഥരെയും പിൻവലിച്ച് അതിന്റെ പൂർണ്ണ നിയന്ത്രണം യുക്രൈന് തിരികെ നൽകണമെന്ന് റഷ്യയോട് ആവശ്യപ്പെട്ട അമേരിക്ക. പവർ പ്ലാന്റിന് നേരെയുള്ള ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് യുഎസിന് അറിയാമെന്നും അവിടുത്തെ അവസ്ഥ നിരീക്ഷിച്ചു വരികയാണെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ യുക്രൈനിലെ ആണവ നിലയം പിടിച്ചെടുത്തതിലൂടെ റഷ്യ അപകടകരമായ കളിയാണ് കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൊസാംബിക്കിൽ കടത്തുബോട്ട് മറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെ 96 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ കയറിയതോടെ താൽക്കാലിക ബോട്ട് മറിയുകയായിരുന്നു. ബോട്ടിൽ 130 പേരാണുണ്ടായിരുന്നത്. 5 പേരെ രക്ഷപ്പെടുത്തി. നംപുലാർ പ്രവിശ്യയിലെ ദ്വീപിനും ലുമുംഗയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്.